my channel Easy Learn for Class 9. So last class നമ്മൾ എന്താണ് പഠിച്ചത്? ടൈം ഗ്രാഫ് കോൺസെപ്റ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? ന്യൂമെറിക്കൽസ് ഓഫ് ടൈം ഗ്രാഫ്. അപ്പോൾ എൻ്റെ ഇതുവരെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ എത്ര പോർഷൻസ് കവർ ചെയ്തു? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം ഗ്രാഫ് എല്ലാത്തിൻ്റെയും ന്യൂമെറിക്കൽസ് ഉൾപ്പെടെ കഴിഞ്ഞു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് ആദ്യം കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. കാരണം ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇനി എപ്പോഴും ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇനിയും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ ബെല്ലൈക്കണും ടാപ്പ് ചെയ്യുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ന്യൂമെറിക്കൽസ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സ്പീഡ് ഫ്രം എ ടു ബി, ബി ടു സി ആൻഡ് സി ടു ഡി. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത്. നിങ്ങൾക്ക് ഇത് എന്തായാലും ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് തന്നിരിക്കുന്നത് ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ്. ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് സ്പീഡ് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? y ആക്സിസ് ബൈ x ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്രാഫ് കോൺസെപ്റ്റില്? സ്ലോപ്പ്. അപ്പൊ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഫ്രം എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ d by t ആണ്, which means y by x, and y by x is nothing but the slope. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് y2 minus y1 divided by x2 minus x1. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് പോകും? എല്ലാ മാർക്കും പോകും. ഇക്വേഷൻ അറിഞ്ഞാലോ ഇതിന്റെ ക്വസ്റ്റിന്റെ ഫുൾ മാർക്കും കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സ്ലോപ്പ് കണ്ടുപിടിക്കാനും സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് y2 minus y1 divided by x2 minus x1. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് എ ബി ബി സി സി ഡി കണ്ടുപിടിക്കണം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എക്സും വൈയും ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എക്സും വൈയും ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ എക്സും വൈ എന്ന് പറയുന്നത് x1 y1 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത് x2, y എന്ന് പറയുന്നത് y2. അതായത് x2 എന്ന് പറയുന്നത് എത്രയാണ്? 4, y2 എന്ന് പറയുന്നത് എത്രയാണ്? 4. ഇതെങ്ങനെ നമുക്ക് കിട്ടിയ രണ്ട് പോയിന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പോയിന്റിനെ 1 എന്നും സെക്കൻഡ് പോയിന്റിനെ 2 എന്നും വിളിക്കുക. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും വൈയും x1 y1 എന്ന് എഴുതുക. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും വൈയും x2 y2 എന്ന് എഴുതുക. നേരെ കൊണ്ട് ഇക്വേഷനിലോട്ട് ഇടുക. അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y2 minus y1 4 minus 0 divided by 4 minus 0, which is 4 by 4 or 1 meter per second. കിട്ടിയല്ലോ. ഇനി അടുത്തത് ബി സി എന്ന് പറയുന്ന പോയിന്റ്. ബി സി എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? 7ഉം ഉണ്ട് 4ഉം ഉണ്ട്. ഓക്കെ, ബി സിയിലെ ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പൊ ആദ്യം ഞാൻ എന്താ പറഞ്ഞേ? ഒരു പോയിന്റിനെ 1 എന്നും എടുക്കുക, രണ്ടാമത്തെ പോയിന്റിനെ 2 എന്നും എടുക്കുക. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1ഉം y1ഉം എഴുതുക. അപ്പം x1ഉം y1ഉം എത്രയാണ് ഇവിടെ? x1 എന്ന് പറയുന്നത് 4 ആണ്, y1 എന്ന് പറയുന്നത് 4 ആണ്. ഗുഡ്. സി എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. സി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് x2 y2 തരാൻ പോകുന്നത്. സോ സെക്കൻഡ് പോയിന്റിന്റെ x എവിടെയാണ്? 7ലാണ്. ഗുഡ്. സെക്കൻഡ് പോയിന്റിന്റെ y എവിടെയാണ്? 4ൽ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ y2 minus y1 4 minus 4 divided by 7 minus 4, which is 0. ഇനി ഒരൊറ്റ നോട്ടത്തിൽ എൻ്റെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, whenever you see a line parallel to x-axis in a distance time graph, it means that there is no motion. When there is no motion, your speed will be 0. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു ലൈൻ പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? അത് അവിടെ മോഷനേ ഇല്ല. മോഷനേ ഇല്ല എങ്കിൽ അവിടെ സ്പീഡ് എങ്ങനെ വരാനാണ്? സോ ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്പീഡ് 0 എന്ന് എഴുതാം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സി ഡി. സോ എനിക്ക് സി ഡി നിങ്ങൾ കണ്ടുപിടിക്കുക. സി ഡിയുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, സി ഡിയുടെ ആൻസർ ഫസ്റ്റ് ആരാണോ കറക്റ്റായിട്ട് കമന്റ് ചെയ്യുന്നത് ആളുടെ പേര് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ഓക്കെ.
എല്ലാവരും റെഡി ആണല്ലോ? സിഡിയുടെ ആൻസർ കണ്ടുപിടിച്ചിടുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, സിഡിയുടെ ആൻസർ കണ്ടുപിടിച്ച് കമന്റ്സിൽ ഇടുക. സോ അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് നോട്ട് ഡൗൺ ചെയ്യുക. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് 2 cars ഷോൺ, ഫൈൻഡ് വിച്ച് ഇസ് ഫാസ്റ്റർ. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. 2 കാറുകൾ, അപ്പൊ ഇതിനെ എ എന്നും ബി എന്നും വിളിക്കാം. എ എന്ന് പറയുന്ന ഒരു കാറുണ്ട്, ബി എന്ന് പറയുന്ന ഒരു കാറുണ്ട്. 2 കാറിന്റെയും ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് വിച്ച് കാർ ഇസ് ഫാസ്റ്റർ. അപ്പൊ നമുക്കറിയാം ഫാസ്റ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം സ്പീഡ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? സ്പീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രാഫ് കാണുന്ന വഴി ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പറയുന്ന കാറ് 2.5 അവേഴ്സിൽ 50 കിലോമീറ്റേഴ്സിൽ എത്തി. അപ്പൊ ഈ 50 കിലോമീറ്റേഴ്സിൽ ഒരു മോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഹൗസ്. അപ്പൊ ഈ വീട്ടിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു കാറിൽ മോളിലോട്ട് ചെല്ലാൻ 2.5 അവേഴ്സേ എടുത്തുള്ളൂ. ബി എന്ന് പറയുന്ന കാറിൽ അതേ മോളിൽ എത്താൻ, സെയിം ഡിസ്റ്റൻസിൽ എത്താൻ 5 അവേഴ്സ് എടുത്തു. കാർ എ 2.5 അവേഴ്സ് എടുത്തപ്പോ കാർ ബി 5 അവേഴ്സ് എടുത്തു. നിങ്ങളുടെ 2 വണ്ടികൾ ഒരു വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി 2.5 മണിക്കുള്ള ഒരു മോളിലെത്തി, ഒരു വണ്ടി 5 മണിക്കുള്ള ഒരു മോളിലെത്തി. ഏത് കാറാണ് ഫസ്റ്റ്? 2.5 മണിക്കുള്ള എത്തിയ ആളാണ് ഫസ്റ്റ്. സിമ്പിൾ ലോജിക്, കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയിപ്പോ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താവും? 50/2.5 50/5 കണ്ടുപിടിക്കും നിങ്ങൾ, അല്ലെ? അതല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാണ് കൂടുതൽ. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഒരു ഗ്രാഫിൽ അത് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലോ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിലോ ഏതൊരു ഗ്രാഫിലും ഏതാണ് സ്പീഡ്, ഏതിനാണ് ഫാസ്റ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ലൈൻ, അതായത് മുകളിൽ ഏത് ലൈനാണോ ആ ലൈൻ ആയിരിക്കും. അതായത് ഇതാണ് ഇപ്പൊ മുകളിലുള്ളത്. ഏത് ലൈനാണോ അപ്പില് ആ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്റ്റീപ്പർ ആയിരിക്കും. സോ ഹയർ ദ ലൈൻ സ്റ്റീപ്പർ ദ സ്ലോപ്പ്. ഇതിന്റെ സ്ലോപ്പ് സ്റ്റീപ്പർ ആണ്, അതേസമയം ഇതിന്റെ സ്ലോപ്പ് എന്താ? പരന്നിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഹയർ ദ ലൈൻ സ്റ്റീപ്പർ ദ സ്ലോപ്പ് ഫാസ്റ്റർ ദ ഒബ്ജക്റ്റ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഹയർ ദ ലൈൻ സ്റ്റീപ്പർ ദ സ്ലോപ്പ് faster the object. ഇത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ ഗ്രാഫുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വെറുതെ വിടരുത്. വലിയ വാല്യൂസ് ആണ്, ഇത്രയും സിമ്പിൾ ആണ്. ഏത് ലൈനാണോ മുകളിൽ, ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ വേറൊരു ലൈൻ വരച്ചു, ഇയാളാണ് ഹയർ എങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഹയർ ദ ലൈൻ സ്റ്റീപ്പർ ദ സ്ലോപ്പ് ഫാസ്റ്റർ ദ ഒബ്ജക്റ്റ്. കഴിഞ്ഞു. സോ ദിസ് വാസ് ന്യൂമറിക്കൽ നമ്പർ 2. അപ്പൊ ഏതാണ് ഫാസ്റ്റർ? കാർ എ ആണ് ഫാസ്റ്റർ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് 2 bodies A and B are shown which has greater acceleration. Same concept. ഒന്ന് ആലോചിക്കുക. നമ്മൾ എന്താ പഠിച്ചേ? 2 സംഭവങ്ങളുടെ ലൈൻ തരുവാണെങ്കിൽ ഹയർ ദ ലൈൻ സ്റ്റീപ്പർ ദ സ്ലോപ്പ് ഫാസ്റ്റർ ദ ഒബ്ജക്റ്റ്. ആക്സിലറേഷൻ കൂടുന്നതുകൊണ്ട് എന്താ? ഫാസ്റ്റർ ആണ്. സോ ഇവിടെ ഏതാണ് ഹയർ ലൈൻ? എയുടെയാണ് ലൈൻ ഹയർ. അപ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ ആയിരിക്കും കൂടുതൽ. ഹയർ ദ ലൈൻ സ്റ്റീപ്പർ ദ സ്ലോപ്സ്. അപ്പൊ എന്തായിരിക്കും? സ്ലോപ്പ് സ്റ്റീപ്പർ ആരുടെ ആയിരിക്കും? ഇവന്റെ ആയിരിക്കും. അപ്പൊ എന്ത് പറ്റും? ആക്സിലറേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 3. So the answer is A. The next question, that is question number 4, is find the displacement of a person with the following velocity time graph. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നൊരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ ആണെങ്കിൽ സ്ലോപ്പും, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ അണ്ടർ ദ കർവ്. ഒരു കർവ് ഉണ്ട്, ഇതാണ് നമ്മുടെ കർവ്. ആദ്യം കർവ് ഐഡന്റിഫൈ ചെയ്ത് ഡാർക്കൻ ചെയ്ത് വരച്ചു. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയുമാണ് അതിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇനി ഇതെന്താണ്? ഇതിന്റെ ഷേപ്പിനൊന്ന് സ്റ്റഡി ചെയ്തേ നിങ്ങൾ. ഇവിടെ ഇത് ഓക്കെ ഞാൻ ഇതിനൊന്ന് ജോയിൻ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ട്രപ്പീസിയം ഫോം ചെയ്യുന്നുണ്ട്. ഗുഡ്. അപ്പൊ എനിക്കൊരു ബേസ് ഉണ്ട്, ഒരു H1 ഉണ്ട്, ഒരു H2 ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രപ്പീസിയം ആണ് എന്റെ ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് ചെയ്യും? ഇത് ഒരു ട്രപ്പീസിയം അല്ല, അല്ലേ?
ഓക്കെ, ഇതിനെ വേണ്ടി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതെന്തായി? ഇതൊരു റെക്റ്റാങ്കിൾ ആയി. ഇതെന്തായി? ഒരു ട്രയാങ്കിൾ. ഇനിയിപ്പോ എന്താ കണ്ടുപിടിക്കാനുള്ള? വെരി സിമ്പിൾ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ഏരിയ 1 പ്ലസ് ഏരിയ 2 പ്ലസ് ഏരിയ 3. ഇതാണ് മനസ്സിലായി. ഏരിയ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ 2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ 3 ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് വേണം? ഇക്വേഷൻ വേണം. സോ ട്രപ്പീസിയത്തിന്റെ ഇക്വേഷൻ എന്താണ് ഗൈസ്? b/2 into h1 plus h2. അതാണ് ട്രപ്പീസിയത്തിന്റെ ഇക്വേഷൻ. റെക്റ്റാങ്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. കഴിഞ്ഞു. ഒരു ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്. ഇത്രയും സിമ്പിൾ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോകും അല്ലേ? അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, വെരി സിമ്പിൾ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ആ കർവ് ചെയ്താന്ന് ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ്. രണ്ടാമത് അതിന്റെ താഴത്തോട്ടുള്ള ഏരിയാസിനെ ഷെയ്ഡ് ചെയ്തിട്ട് ആ ഏരിയ കണ്ടുപിടിക്കാം. ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, അതല്ലേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഏരിയ ആഡ് ചെയ്യുക. വെരി സിമ്പിൾ അല്ലേ? അപ്പോ ഈ ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുവോ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കമന്റ് ചെയ്യാമോ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ b/2 into h1 plus h2 plus length into breadth plus half breadth into height. ഇതിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ബേസും ഹൈറ്റും എന്താന്നുള്ള കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ആൻസറും കൂടെ കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പൊ നമുക്ക് 2 ഹോംവർക്ക് ഉണ്ട് അല്ലേ? ഒന്നാമത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് BCO CDO കണ്ടുപിടിക്കാനുണ്ട്. A to B, B to C കണ്ടുപിടിച്ചു. ഒരു സാധനം കൂടെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4ലും ഫൈനൽ ആൻസർ കമന്റ് ചെയ്യുക. അപ്പൊ 1ന്റെയും 4ന്റെയും ഫൈനൽ ആൻസർ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നവർക്ക് അടുത്ത വീഡിയോയിൽ അവരുടെ പേരായിരിക്കും നമ്മൾ ഫസ്റ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ന്യൂമറിക്കൽസ് പോർഷൻ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.